ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ബുധനാഴ്ച രാവിലെ തന്നെ ഒരു നല്ലൊരു പണി കിട്ടി കേട്ടോ കൂട്ടുകാരെ. ഉറക്കണിക്ക് ഇച്ചിരി താമസിച്ച് പോയി. കാരണം ഇന്ന് സ്കൂളിൽ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ എണീറ്റ് ഒന്ന് നല്ല മഴയായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ വെളുപ്പിനേക്കാം. ഞാനൊക്കെ നോക്കിയപ്പോൾ റോട്ടിലൊക്കെ വെള്ളം കെട്ടിയിട്ടുണ്ട്. പിന്നെ വന്ന് തേയില വെള്ളത്തിന് വെള്ളം വെച്ച് അപ്പോൾ പെട്ടെന്ന് എനിക്ക് ജോലി ചെയ്ത് തീർത്തിട്ട് പോകണം. സ്കൂളിൽ 7:30 മണി ആയിട്ടുണ്ട്. അപ്പം സ്കൂളിൽ എത്തണമല്ലോ. പെട്ടെന്ന് ഞാൻ കട്ടൻ ചായക്കും വെച്ച് സാമ്പാർ, ഇന്നലത്തെ ഇരുന്ന സാമ്പാറും ചൂടാക്കി ദോശയും ചുട്ടു. കാരണം സ്കൂളിൽ പോകേണ്ട ഇന്ന് ഞാൻ ലീവ് എടുത്തിരുന്ന ദിവസമായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ രാവിലെ ആയപ്പോൾ തകിടം മറിഞ്ഞു പോയി. പെട്ടെന്ന് പിന്നെ ഞാൻ ദോശയും ചുട്ട് ഒരു 5-6 ദോശ ഉണ്ടായിരുന്നു. ദോശയൊക്കെ ചുട്ട് വെച്ച് കുറച്ച് പാത്രമൊക്കെ കഴുകുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ ആക്കത് പോയാലും ശരിയാവില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ദോശ ചുട്ട് ചൂട് പോകാത്ത പാത്രത്തിനകത്തടാക്കി വെച്ച് അത് കഴിഞ്ഞ് കട്ടൻ ചായ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുടിക്കാൻ പോലും സമയം കിട്ടിയില്ല കേട്ടോ കൂട്ടുകാരെ. എന്നാലും കുഴപ്പമില്ല. ഞാൻ എല്ലാം കൂടെ പെട്ടെന്ന് ധൃതി പിടിച്ച് തന്നെ നമ്മുടെ ദോശയും ചുട്ട് സാമ്പാറൊക്കെ ആക്കി വെച്ചിട്ട് നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകി ഒന്ന് ഒതുക്കി. കാരണം പോയിട്ട് വരുമ്പം നമുക്ക് അത് ഒരു വൃത്തിയില്ലായ്മയായിട്ട് തോന്നും വീട്ടിനകത്ത്. അടുക്കള വഴിയല്ലേ നമ്മൾ അകത്തോട്ട് കയറി വരണത്. അപ്പം നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. അങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് പാത്രം കഴുകണം, ഒരിടത്ത് ദോശ ഉണ്ടാക്കണം, കട്ടൻ ചായ കുടിക്കണം. ഇതായിരുന്നു ഇന്നത്തെ രാവിലത്തെ അവസ്ഥ. പെട്ടെന്ന് പിന്നെ പാത്രമൊക്കെ കഴുകി അടുപ്പിൻ്റെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞാൻ പോയി മേലൊന്ന് കഴുകി ഡ്രസ്സ് ചുരിദാറൊക്കെ എടുത്തിട്ട് മോൻ്റെ അടുത്ത് പറഞ്ഞ് ഇച്ചിരി കൊണ്ടുവന്ന് എന്നെ ആക്കി തരണേ സ്കൂളിൽ. ഇന്ന് ഞാൻ ജോലിക്കാക്കിയ കുട്ടി ഇന്ന് വരൂലെന്ന് വിളിച്ചു പറഞ്ഞു. ആ കുട്ടിക്ക് രാവിലെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് എന്നെ മോൻ്റെ അടുത്ത് പറഞ്ഞടാ, എനിക്ക് താക്കോല് പോയി വാങ്ങിക്കണം, അവരെ വീട്ടിൽ പോയി വാങ്ങിക്കണം, അതുകൊണ്ട് എന്നെ ഒന്ന് ബൈക്കിൽ കൊണ്ടുവന്ന് ആക്കി തരണേന്ന് പറഞ്ഞ് അങ്ങനെ മൂത്ത ആൾ കോളേജിൽ പോവാതുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. മോൻ പിന്നെ പെട്ടെന്ന് തന്നെ ബൈക്കിൽ കയറ്റി. കണ്ടല്ലോ നമ്മുടെ റോട്ടിലൊക്കെ നിറച്ച് വെള്ളമായിട്ടുണ്ട്. വീണ്ടും കൊണ്ട് മകളുടെ സഹോദരിയുടെ വീട്ടിൽ പോയേട്ടാ. പോയപ്പോൾ ഒരു കണ്ട കാഴ്ചയാണ് കേട്ടോ. അവിടുത്തെ മുല്ലപ്പൂവൊക്കെ തറയിൽ ഇങ്ങനെ വീണ് വിതറി കിടക്കണം കേട്ടോ. നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ അത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ താക്കോലും വാങ്ങിച്ച് മോൻ്റെ അടുത്ത് പറഞ്ഞു കൊണ്ടുവന്ന് തന്നെ സ്കൂളിൻ്റെ അവിടെ ആക്കി തന്നു പറഞ്ഞു. മോൻ കൊണ്ടുവന്ന് തന്നെ സ്കൂളിൻ്റെ അവിടെ ആക്കി തന്നു. താമസിച്ച് ഇന്നൊരാളാക്കിയതാണ് ജോലിക്ക് വേണ്ടി. അപ്പം ആ കുട്ടിക്ക് രാവിലെയൊക്കെ വിളിച്ചു പറയണം കഴുത്തിൽ ഉടക്ക് വീണെന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റ് തൊട്ടും പിടിച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത്. കുറച്ചൊന്നല്ല, 5-6 ദോശയും ചുട്ട് ഇത്തിരി സാമ്പാറും ഇരുന്നതിനെ ചൂടാക്കി. പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ച് എന്നിട്ട് പെട്ടെന്ന് വരികയാണ്. ഇപ്പോൾ 8:15 അപ്പോൾ ഇനി ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ചമ്മന്തി അരയ്ക്കണം. ആ ജോലിയുണ്ട് കേട്ടോ. ആ കുട്ടി ഇപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യണ കൊച്ചായിരുന്നു കേട്ടോ. എന്ത് ചെയ്യാനാ, രാവിലെ ആയപ്പോൾ കൊച്ചിന് കഴുത്തിന് ഉടക്ക് വീണെന്നു. ഞാനിന്ന് ലീവ് എടുത്തതാണ് കേട്ടോ. എനിക്ക് കാലിൽ ഒരു ഉടക്ക് വീണു, ഒരു ചെറിയൊരു വേദന. അത് കാരണം ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ രാവിലെ ഇഡ്ഡലിയും ചമ്മന്തി ആയതുകൊണ്ട് കാര്യം പെട്ടെന്ന് തന്നെ നടന്നു കേട്ടോ. കുട്ടികൾക്ക് കറക്റ്റ് സമയത്തിന് തന്നെ ചമ്മന്തിയൊക്കെ അരച്ച് കൊടുക്കാൻ പറ്റി. അവർ കഴിക്കാൻ വേണ്ടിയൊക്കെ കൊണ്ടുപോയി പിള്ളേർക്കൊക്കെ കൊടുത്ത് കഴിക്കാൻ വേണ്ടി. കഴിച്ച സമയത്ത് സാറ് കുറച്ച് വരിക്കച്ചക്ക കൊണ്ടുവന്നു. അപ്പം ആ വരിക്കച്ചക്ക എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി വൃത്തിയാക്കി സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ഇഡ്ഡലിയും ചമ്മന്തി കഴിക്കണം. മണി 10 മണിയായി. 10 മണി. ഞാൻ അങ്ങനെ വയറ് കേൾക്കാൻ ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ കഴിച്ചു കേട്ടോ. അപ്പം നമുക്കിന്ന് ഉച്ചത്തേക്ക് പച്ചടിയും ഉള്ളിക്കറിയാണ്. ബുധനാഴ്ച ദിവസം എല്ലാം മുട്ടക്കറിയാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പം ഞാൻ പച്ചടിക്ക് വേണ്ടി പെട്ടെന്ന് തന്നെ ഞാൻ നമ്മുടെ വെള്ളരിക്ക ഒന്ന് തൊലി ചെത്തിയൊക്കെ അരിഞ്ഞെടുത്ത് ആ സമയത്ത് കഞ്ഞിക്കുള്ള വെള്ളവും ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. കാരണം വെള്ളം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അരിയിട്ടാൽ മതി. ആ സമയത്ത് ഞാൻ വെള്ളരിക്കൊക്കെ വൃത്തിയാക്കി ഉള്ളിയുടെ ഒക്കെ വൃത്തിയാക്കി എല്ലാം ഒരു പാത്രത്തിനകത്താക്കി. സാറിന് വീട്ടിൽ കൊണ്ടുപോകാനാണ് കേട്ടോ അവിടെ വേസ്റ്റ്
അങ്ങനെ ആക്കിയതിന് ശേഷം ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ അത് അരി അവിടെ ഇരുന്ന് ആയിക്കോളും. അപ്പോൾ ആ സമയം കൊണ്ട് ആദ്യത്തെ എനിക്ക് തേങ്ങ തിരുവി തന്നു കേട്ടോ, പച്ചടിക്ക് വേണ്ട. അപ്പോൾ ഞാൻ അരപ്പൊക്കെ എടുത്ത് നമ്മുടെ പച്ചടിയിലേക്ക് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഒഴിച്ചു കൊടുത്തു. എല്ലാം കൂടെ ഒരുമിച്ച് അരയ്ക്കാൻ പറ്റൂല മിക്സിയിലെ ജാറിൽ. അപ്പോൾ ഞാൻ കുറച്ച് ജീരകവും കടുകും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് തൈരും കൂടെ ചേർത്താണ് കേട്ടോ അരയ്ക്കണത്. കാരണം വെള്ളം ചേർക്കണ്ടല്ലോ ആ സമയത്ത്. അങ്ങനെ അതൊക്കെ നമ്മുടെ വെള്ളരിക്ക പച്ചടി റെഡിയായി. ഉപ്പൊക്കെ ഇട്ട് അതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കടുക് വറുത്തങ്ങ് ഒഴിച്ചിട്ട് അടച്ചങ്ങ് വെക്കും. ഇനി അതവിടെ ഇരുന്നങ്ങ് സെറ്റ് ആയിക്കോളും. എന്ന് പറഞ്ഞാൽ കുറച്ച് തണുത്ത് വരുമ്പോൾ ഇത്തിരി കുറുകി കിട്ടിക്കോളും നമുക്ക്. അതിനുശേഷം പിന്നെ പെട്ടെന്ന് മുട്ടയൊക്കെ അവിച്ച് ജോലിയൊക്കെ തീർന്ന് കേട്ടോ, അടുക്കളയിൽ കുക്കിംഗ് പരിപാടിയൊക്കെ തീർന്ന്. അപ്പോൾ നാളത്തേക്ക് വേണ്ട കടലക്കറിക്ക് വേണ്ട, രാവിലത്തേക്ക് വേണ്ട കടലൊക്കെ ഞാൻ വെള്ളത്തിനകത്ത് ആക്കി ഇട്ട് കൊടുത്തു. അപ്പോൾ ആദിത്യൻ എന്നോട് ഇരുന്ന് സംസാരിക്കുകയാണ്. ആദിത്യൻ വെള്ളിയാഴ്ച ടൂറ് പോകണമെന്ന് പറയുകയാണ്. അപ്പോൾ ആ കാര്യമൊക്കെ പറഞ്ഞിട്ട് ആദിത്യൻ അങ്ങ് വീട്ടിൽ പോയി. കാരണം ആദിത്യൻ ഇന്ന് സ്കൂൾ എടുക്കാൻ വേണ്ടി നേരത്തെ പോയി. അപ്പോൾ ഞാൻ എല്ലാം ഒതുക്കിയൊക്കെ പാത്രങ്ങളൊക്കെ പറക്കിയൊക്കെ വെച്ചേട്ടാ. ഇനി വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഇന്നിവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അടുക്കള പൂട്ടിയില്ല കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാ കൂട്ടുകാർക്കും ബൈ, ടാറ്റാ, സീ യു.